5ാം ക്ലാസ് ഫിഖ്ഹ് പാദവാർഷിക പരീക്ഷയിൽ എന്തൊക്കെ ശ്രദ്ധിക്കണമെന്നും എങ്ങനെയാണ് ചോദ്യങ്ങൾ വരിക എന്നും വളരെ വിശദമായി ചർച്ച ചെയ്യുന്ന വളരെ ഉപകാരമുള്ളൊരു വീഡിയോ ആണിത്. നമുക്ക് സമയം കളയാതെ ചോദ്യം വായിക്കാം. ഒന്നാമത്തെ ചോദ്യം, സിൽ ബിൽ മുനാസിബ്, യോജിച്ചത് തമ്മിൽ ചേർക്കുക. അതിൽ 7 ചോദ്യങ്ങളുണ്ട്. 7 ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ചോദ്യപേപ്പറിൻ്റെ ഇടതുഭാഗത്തുള്ള കോളത്തിൽ കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ ചോദ്യം, ഓരോ വ്യക്തിക്കും നിർബന്ധമായത്, അതിൽ നിന്ന് എടുത്തെഴുതാം ഫർളുൽ ഐൻ. ഓരോ വ്യക്തിക്കും നിർബന്ധമായത് ഫർളുൽ ഐൻ എന്നാണ് ഉത്തരം. രണ്ടാമത്തെ ചോദ്യം, 2 കുല്ലത്ത് വെള്ളം ലിറ്ററിലേക്ക് മാറ്റുമ്പോൾ 200 ലിറ്ററാണ്. അപ്പോൾ അതിൻ്റെ ഉത്തരം 200 ലിറ്റർ എന്നാണ്. മൂന്നാമത്തെ ചോദ്യം, 2 ഹൈലിൻ്റെ ഇടയിൽ ഏറ്റവും കുറഞ്ഞ ശുദ്ധി. 2 ഹൈലിൻ്റെ ഇടയിൽ ഏറ്റവും കുറഞ്ഞ ശുദ്ധി 15 ദിവസമാണ്. നാലാമത്തെ ചോദ്യം, നിഫാസിൻ്റെ സാധാരണ സമയം. നിഫാസ് സാധാരണ സമയം 40 ദിവസമാണ്. നിഫാസ് ഉണ്ടാകുന്ന ഒരു നോർമൽ ടൈം എന്ന് പറയുന്നത് 40 ദിവസമാണ്. അഞ്ചാമത്തെ ചോദ്യം, നോമ്പുകാർ ഉച്ചയ്ക്ക് ശേഷം മിസ്വാക്ക് ചെയ്യൽ, അതിൻ്റെ വിധി കറാഹത്ത്. ആറാമത്തേത്, ഹൈലുള്ളവൾ ത്വാഫ് ചെയ്യുന്നതിൻ്റെ വിധി ഹറാം എന്നാണ് ഉത്തരം. ഏഴാമത്തെ ചോദ്യം, നിസ്കരിക്കുന്നവൻ്റെ വസ്ത്രത്തിൽ നജസ്സു കണ്ടാൽ അവനെ ഉണർത്തൽ നിർബന്ധമാണ്. നിർബന്ധം എന്നാണ് ഉത്തരം. രണ്ടാമത്തെ സെക്ഷൻ, സഹിഹിൽ ഖതഅ, തെറ്റ് തിരുത്തുക. 2 ചോദ്യങ്ങളാണുള്ളത്. ചോദ്യപേപ്പറിലുള്ള വരിയിൽ നിന്ന് തെറ്റ് തിരുത്തി അടിയിലേക്ക് മാറ്റി എഴുതണം. ഒന്നാമത്തേത്, ഉളോയിൽ മൂക്കിൽ വെള്ളം കയറ്റൽ ഫർളാണ്. നമുക്കറിയാം ഉളോയിൽ മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റൽ ഫർളല്ല, സുന്നത്താണ്. അപ്പോൾ അത് തെറ്റ് തിരുത്തി അടിയിൽ ഇങ്ങനെ എഴുതാം, ഉളോയിൽ മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റൽ സുന്നത്താണ്. രണ്ടാമത്തെ ചോദ്യം, പ്രസവിച്ചു 15 ദിവസത്തിനു ശേഷം കാണുന്ന രക്തം നിഫാസാണ്. അത് തെറ്റാണ്. കാരണം പ്രസവിച്ച് 15 ദിവസത്തിനുള്ളിൽ വരുന്ന രക്തത്തിനെയാണ് നിഫാസ് എന്ന് പറയുന്നത്. അപ്പോൾ ശരിയാക്കി എഴുതാം, പ്രസവം കഴിഞ്ഞ് 15 ദിവസത്തിനുള്ളിൽ വരുന്ന രക്തമാണ് നിഫാസ്. മൂന്നാമത്തെ സെക്ഷൻ കിടക്കാം, ഉക്തുബുൽ ഇസ്നൈനി, 2 എണ്ണം എഴുതുക എന്നാണ്. അതിൽ 4 ചോദ്യങ്ങളുണ്ട്. 1, സുന്നത്തിൻ്റെ മറ്റു പേരുകൾ മനസ്സിലാക്കണം, 2 എണ്ണം എഴുതണം. സുന്നത്തിൻ്റെ മറ്റു പേരുകൾ മന്ദൂബ്, മുസ്തഹബ്, നഫ്ല്, 3 എണ്ണം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് 2 എണ്ണം ഇവിടെ എഴുതുക. രണ്ടാമത്തെ ചോദ്യം, ഉളോഇൻ്റെ സുന്നത്തുകളിൽ നിന്ന് 2 എണ്ണം നമുക്ക് എഴുതാം. കിബിലയിലേക്ക് മുന്നിടുക, തല മുഴുവനും തടവുക. മൂന്നാമത്തെ ചോദ്യം, മുത്തവസ്സിത്തായ നജസ്സുകൾ ഏതൊക്കെയാണ് എന്ന മലം, മൂത്രം, രക്തം, ലഹരി ദ്രാവകങ്ങൾ. നമ്മൾ അതിൽ നിന്ന് 2 എണ്ണം ഇവിടെ എഴുതുക. നാലാമത്തെ ചോദ്യം, നിസ്കാരത്തിനുള്ള തടസ്സങ്ങൾ. നിസ്കാരത്തിന് നമ്മൾ ഒരുപാട് തടസ്സങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഹൈല് പഠിച്ചിട്ടുണ്ട്, നിഫാസ് പഠിച്ചിട്ടുണ്ട്, ഭ്രാന്ത് പഠിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് 2 എണ്ണം എഴുതുക. ഹൈല്, നിഫാസ് നമുക്കിവിടെ എഴുതാം. നാലാമത്തെ സെക്ഷൻ, ഉത്തരം എഴുതുക. അജിബ്, ഉത്തരം എഴുതുക. അതിൽ 5 ചോദ്യങ്ങളാണുള്ളത്. അതിനെ നമ്മൾ ഉത്തരം എഴുതണം. 1, ഫർള് 2 വിധം ഏതെല്ലാം? ഒന്നാമത്തെ ചോദ്യം, ഫർള് 2 വിധം ഏതെല്ലാം? ഫർള് കിഫായ, ഫർള് ഐന്. രണ്ടാമത്തെ ചോദ്യം, ലഹരി ദ്രാവകങ്ങൾ ശുദ്ധിയാകും എങ്ങനെ? നമ്മൾ പഠിച്ചു, സ്വയം സുർക്കയായാൽ ലഹരി ദ്രാവകങ്ങൾ ശുദ്ധിയാകും. ഇപ്പോൾ രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം സ്വയം സുർക്കയായാൽ. മൂന്നാമത്തെ ചോദ്യം, നജസ് കൂടുതലോ കുറവോ എന്ന് തീരുമാനിക്കുന്നത് എങ്ങനെ? പതിവ് അനുസരിച്ചെന്നാണ് ഉത്തരം. പതിവ് അനുസരിച്ചാണ് നമ്മൾ നജസ് കുറവോ കൂടുതലോ എന്ന് നോക്കുന്നത്. നാലാമത്തെ ചോദ്യം, ഹൈൽ ഉണ്ടാകാൻ ഏറ്റവും കുറഞ്ഞ പ്രായം എത്ര? 9 വയസ്സാണ് ഹൈൽ തുടങ്ങുന്ന പ്രായം. അഞ്ചാമത്തെ ചോദ്യം, വുളൂഇൽ ശ്രദ്ധിച്ചു കഴുകേണ്ടത് ഏതെല്ലാം? മടമ്പ്, പീളക്കുഴി എന്നതാണ് ഉത്തരം. ഇനി നമുക്ക് 5ാമത്തെ സെക്ഷൻ നോക്കുക. ബയ്യിൻ എന്നതാണ് 5ാമത്തെ സെക്ഷൻ. അതിൽ 3 ചോദ്യങ്ങളാണുള്ളത്. 1, അഹ്കാമുദ്ദീനിയ എന്ന് പറയുന്നത് ഏതിന്? അപ്പോൾ അഹ്കാമുദ്ദീനിയ എന്ന് പറയുന്നത് എന്താണെന്ന് നമ്മൾ വിശദീകരിക്കണം. അതാണ് ചോദ്യം. അതിൻ്റെ ഉത്തരം
പരിശുദ്ധ ഇസ്ലാമിൻ്റെ വിധിവിലക്കുകൾക്കാണ് അഹ്കാമുദ്ദീനിയ എന്ന് പറയുന്നത്? രണ്ടാമത്തെ ചോദ്യം, ഇസ്തിഹാലത്ത് എന്നാൽ എന്ത്? ഹൈള്, നിഫാസ് എന്നിവ ഇല്ലാത്ത സമയത്ത് വരുന്ന രക്തത്തിനാണ് ഇസ്തിഹാലത്ത് എന്ന് നമ്മൾ പറയുന്നത്. മൂന്നാമത്തെ ചോദ്യം, കറാഹത്തിൻ്റെ നിർവചനം എന്ത്? ഉത്തരം, ചെയ്താൽ ശിക്ഷ ഇല്ലാത്തത്, ഉപേക്ഷിച്ചാൽ കൂലിയുള്ളത്. ചെയ്താൽ ശിക്ഷ ഇല്ലാത്തതും ഉപേക്ഷിച്ചാൽ കൂലി ഉള്ളതിനുമാണ് കറാഹത്ത് എന്ന് പറയുന്നത്. ആറാമത്തെ സെക്ഷൻ കമ്മിൽ എന്നാണ്, പൂർത്തിയാക്കാം എന്നാണ്. അതിൽ 2 ചോദ്യങ്ങളുണ്ട്. ഒന്ന്, മുത്തവസ്സിത്ത് കൊണ്ട് മലിനമായ വസ്തു കഴുകുമ്പോൾ നിറം, മണം, രുചി എന്നിവ നീങ്ങണം. നിറം, മണം എന്ന് 2 വാക്കുകൾ അവിടെ വിട്ടുപോയിട്ടുണ്ട്. അതിനുള്ള സ്ഥലത്ത് നമ്മൾ അത് എഴുതണം. മുത്തവസ്സിത്ത് കൊണ്ട് മലിനമായ വസ്തു കഴുകുമ്പോൾ നിറം, മണം, രുചി എന്നിവ നീങ്ങണം. അവിടെ നിറം, മണം എന്ന് 2 വാക്കുകൾ വിട്ടുപോയിട്ടുണ്ട്. അതാണ് നമ്മൾ എഴുതേണ്ടത്. ഒന്ന്, മുത്തവസ്സിത്ത് കൊണ്ട് മലിനമായ വസ്തു കഴുകുമ്പോൾ നിറം, മണം, രുചി എന്നിവ നീങ്ങണം. ആറാമത്തെ സെക്ഷനിൽ 2ാമത്തെ ചോദ്യം നമുക്ക് വായിക്കാം. വുളൂഇൽ 2 മുൻകൈ ഒന്നിച്ച് കഴുകുന്നതോടൊപ്പം അഊദു, ബിസ്മി, 2 ഷഹാദത്ത് കലിമ, അൽഹംദുലില്ലാഹില്ലദീ ജഅലൽ മാഅ തഹൂറ എന്നിവ ചൊല്ലുക. ഇവിടെ വിട്ടുപോയ കാര്യം 2 ഷഹാദത്ത് കലിമ, അൽഹംദുലില്ലാഹില്ലദീ ജഅലൽ മാഅ തഹൂറ എന്നിവ ചൊല്ലുക. നമുക്കിനി 7ാമത്തെ സെക്ഷൻ വായിക്കാം. ഉക്തുബു മിസാലം വാഹിദൻ, ഒരു ഉദാഹരണങ്ങൾ എഴുതുക. ഇവിടെ 4 കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. 4 ഹുക്കുമുകളാണ് കൊടുത്തത്. ഫർള് ഐൻ, സുന്നത്ത്, കറാഹത്ത്, ഹറാമ്. ഇവക്ക് ഉദാഹരണങ്ങൾ എഴുതാനാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. നമുക്കത് എഴുതാം. അതിൻ്റെ ഉത്തരം പറയുന്നതിന് മുമ്പ് ഈ വീഡിയോ നിങ്ങൾ കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. 1ാമത്തെ ചോദ്യം, ഫർള് ഐൻ്റെ ഒരു ഉദാഹരണം നമുക്ക് നോക്കാം. റമളാൻ മാസത്തിൽ നോമ്പ്. ഫർള് ഐന് എന്ന് വെച്ചാൽ ഓരോ വ്യക്തിയും നിർബന്ധമായി ചെയ്യണം. അതിനാണ് ഫർള് ഐൻ എന്ന് പറയുന്നത്. അതിന് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. നിസ്കാരമുണ്ട്, ഫർള് നിസ്കാരമുണ്ട്. അതേപോലെ തന്നെ റമളാൻ മാസത്തിൽ നോമ്പ് നോൽക്കുക. 2, സുന്നത്ത്. സുന്നത്തിൻ്റെ ഉദാഹരണം സലാം പറയൽ സുന്നത്താണ്. 3ാമത്തേത് കറാഹത്താണ് കൊടുത്തിട്ടുള്ളത്. കറാഹത്തിൻ്റെ ഉദാഹരണം വലതുഭാഗത്തേക്ക് തുപ്പുക. വലതുഭാഗത്തേക്ക് തുപ്പൽ കറാഹത്താണ്. 4ാമത് ഹറാമാണ്. മദ്യപാനം ഹറാമാണ്. മദ്യപാനം എന്നാണ് ഹറാമിൻ്റെ ഒരു ഉദാഹരണം. അപ്പോൾ 7ാമത്തെ സെക്ഷനിൽ ശ്രദ്ധിക്കേണ്ടത് ഉക്തുബു മിസാലൻ വാഹിദൻ, ഒരു ഉദാഹരണം എഴുതുക എന്നാണ്. 1 ഫർളുൽ ഐൻ, റമളാൻ മാസത്തിൽ നോമ്പ്. 2 സുന്നത്ത്, സലാം പറയൽ. 3 കറാഹത്ത്, വലതുഭാഗത്തേക്ക് തുപ്പുക. 4 ഹറാമ്, മദ്യപാനം.